അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇനി കുറച്ച് നാൾ കേരളത്തിൽ കറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലേ, സിംഗപ്പൂർ പോയി വന്ന് ഇനി കേരളത്തിൽ കറങ്ങാനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് വന്ന കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓരോരുത്തർക്കായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം. അതിന് പിന്നെ ചുമ്മാ ചെറിയൊരു കറക്കം കൂടെ അല്ലേ ഉണ്ണി? വീക്ക് ഡേയ്സിൽ വർക്ക് പ്രഷർ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ അതിനും കൂടെ ഇറങ്ങാണ്. ഉണ്ണിക്ക് പ്രത്യേകിച്ച് വർക്ക് പ്രഷറൊന്നുമില്ല, ഉണ്ണി ഈസ് ചില്ലിങ് അറ്റ് വർക്കാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ എറണാകുളത്തേക്ക് പോകുന്നു. സമയം 4:09. പക്ഷേ ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ റിലാക്സ്ഡ് പോക്കൊന്നുമല്ല. ഈ ചൂട്, നല്ല ചൂടായതുകൊണ്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ കുറേ ഫ്രൂട്ട്സ് ഒക്കെ തട്ടിക്കയറ്റി. നല്ല പിഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. എനിക്ക് ജപ്പാനിലെ ചെറി ബ്ലോസം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ണി എന്നെ ചെറി ബ്ലോസം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെറി ബ്ലോസം കാണാനായി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അത് പക്ഷെ എത്ര നാളായി? 1 മാസത്തിൽ കൂടുതലായില്ലേ? ആ, 1 മാസത്തിൽ കൂടുതലായി. ഇപ്പോഴും ചെറി ബ്ലോസം ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാം. ഈ മരത്തിലായിരുന്നു ചെറി ബ്ലോസം, പക്ഷേ ഇപ്പൊ ചെറി ബ്ലോസം ഇല്ല. ഇലകള് മാത്രമേ ഉള്ളൂ, ബ്ലോസം ഇല്ല. ഉണ്ണി, ഇനി എന്ത് ചെയ്യും മല്ലയ്യ നമ്മൾ? ജപ്പാൻ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഒരു പച്ചപ്പ് കാണാൻ, ഈ ചൂടത്തെ ഈ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂര്യനെ കാണുന്നുണ്ടോ? സൂര്യൻ പോയി. ഒരു പൂ പോലും ഇല്ല അല്ലേ? കഴിഞ്ഞ മാസമാണോ അതിന് മുന്നലത്തെ മാസമാണോ എന്നറിയില്ല. ഞങ്ങള് വരുമ്പോ ഇത് മൊത്തം ഇങ്ങനെ പൂത്തിരിക്കുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു പൂ പോലും കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ 1-2 പൂക്കള് ഇതിങ്ങനെ ഫുൾ പൂത്തേക്കുമ്പോ ഭയങ്കര ഭംഗിയായിരുന്നു. 1-2 പൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട്. വെള്ളപ്പൂ ഉണ്ട്, ഇതിലൊക്കെ വെള്ളപ്പൂ ഉണ്ട്. എത്രമാത്രം വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് കാണിക്കില്ല. അപ്പൊ ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിലാണ്. അപ്പൊ അത് നല്ല ഭംഗിയായിരുന്നു, കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു നോക്കിയത്. പക്ഷെ നമ്മൾ ചമ്മിപ്പോയി. അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. നല്ല പോലെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പൊതുവെ വീട്ടിൽ നിന്ന് അപ്പം വിശപ്പ് തോന്നും. അതൊരു കുറ്റമാണോ? അപ്പോ നോക്കട്ടെ, ഇനി എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്നാക്ക് ചെയ്യാം. സ്നാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീടുകളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കറങ്ങി അന്നുവിൻ്റെ വീട്ടിലൊന്ന് പോയി. അന്നുവിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് നേരെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേത്തൽസ് ചിക്കൻ കണ്ടത്. ഉണ്ണിയുടെയും എൻ്റെയും ഫേവററ്റ് ആണ് കേത്തൽസ് ചിക്കൻ. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയി വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും പിന്നെ ലിവർ ഫ്രൈയും ആയിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ കേത്തൽസിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു സൺഡേ അല്ലേ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. അയ്യോ അല്ല, നാളെ മുടിയേറ്റുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് പെരുമ്പാവൂർ. അപ്പോൾ അതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബിസി സൺഡേ ആണ് നാളെ. കേത്തൽസിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി? എന്നെ കേത്തൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉണ്ണിയാണ്. ഞാൻ ആദ്യമൊക്കെ ഉണ്ണി ഇങ്ങനെ നമുക്ക് കേത്തൽസിൽ പോവാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അത് എന്തുവാ എന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കുന്നത്. പിന്നെയാണ് ഉണ്ണി പറഞ്ഞ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ട്രൈ ചെയ്താ. അപ്പം ഞങ്ങൾ സ്ഥിരം കേത്തൽസ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴിക്കാതെ പോയി കഴിഞ്ഞാലേ ഒരു വല്ലാത്തൊരു വിഷമം. അവിടെ മെനു ഭയങ്കര ലിമിറ്റഡ് ആണ്. ആകെ ചപ്പാത്തി ഉണ്ട്, ഇപ്പം ഗീ റൈസ് ഉണ്ട് അല്ലേ? ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ ലിവർ ഫ്രൈ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു, അവരുടെ മെനു കഴിഞ്ഞു. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. പിന്നെ
ലൈം ജ്യൂസ് ഉണ്ട്, അതിങ്ങനെ ഒരു ബോട്ടിലിൽ കൊണ്ടുവെക്കും. ഇത്രയാണ് അവിടെ ഉള്ളത്. പക്ഷെ നല്ല ഫുഡ് കേട്ടോ. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ആണെന്നല്ല, ഇങ്ങനെ കുഞ്ഞു 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 പീസുകളാണ്. നിറയെ റെഡ് ചില്ലി ഒക്കെ ഇട്ട് നല്ല നല്ല ടേസ്റ്റാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സാറ്റർഡേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ. ഗുഡ് നൈറ്റ് പറയൂ നീ. നീ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റഡ് ആണ്, അതുകൊണ്ട് അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.